ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു ബിരിയാണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റൈസും മസാലയും നമ്മൾ സെപ്പറേറ്റ് ആണ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മസാല അധികം കഴിക്കാത്തവർക്ക് ഈ ബിരിയാണി നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് മാഞ്ഞാലി ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതും വളരെ എളുപ്പത്തിൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എങ്ങനെ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കുള്ള ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അടിക്കട്ടിയുള്ളൊരു പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെയാട്ടോ നമ്മൾ കുക്ക് ചെയ്യുക, അതുകൊണ്ടാണ് അടിക്കട്ടിയുള്ള പാത്രം എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗർ ഒഴിക്കണം. 2.5 ടേബിൾ സ്പൂൺ വിനാഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. വേറെ അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഗാർലിക് പേസ്റ്റോ ജിഞ്ചർ പേസ്റ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്രയും മാത്രം മതി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1 കിലോ ചിക്കനാണ് കേട്ടോ. അത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിലിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 hours റെഫ്രിജറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 hours പുറത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഇതാ നമ്മൾ ഈ ചിക്കനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സെയിം പാത്രത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂട് വെള്ളമാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 200 ml 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഒഴിച്ചിട്ടുള്ള ഈ വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ചിക്കൻ സ്റ്റോക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിന് യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ആയിക്കോട്ടെ. ആ ടൈമിൽ നമുക്ക് വേറെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതാ കുറച്ച് വെളുത്തുള്ളി, ഒരു 15 to 16 വെളുത്തുള്ളി ഉണ്ട്. 15 to 16 വെളുത്തുള്ളി. ഇഞ്ച് സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നമ്മൾ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചോറിലേക്കും ഇനി മസാല ഉണ്ടാക്കുന്നുണ്ട് അതിലേക്കും ആവശ്യമുണ്ട്, രണ്ടിലേക്കും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ചിക്കന് നേരത്തെ വെച്ചതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതവിടെ ചിക്കന് കുറേശ്ശെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡൊന്ന് മറച്ചിടാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഇവിടുന്ന് കുക്ക് ആയിക്കോട്ടെ. ആ ടൈമിൽ നമുക്ക് റൈസിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെക്കാം. ഒരു 5 to 8 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ചെറിയ പീസ് പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരയാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിലേക്ക് ഇടേണ്ട മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ക്യാരറ്റ്, ഇത് ഒരു 1.5 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് മല്ലി, പുതിന ഇല, പിന്നെ ഒരു ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത്. അതൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ചിക്കനിലേക്ക് തന്നെ ഒന്ന് വന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ അവിടെ കുക്കായിട്ടുണ്ട്. നമ്മളിതൊരു 25 to 30 minutes ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തതാണ് ചിക്കന്. അപ്പോൾ നമുക്ക് ഈ ചിക്കന് കോരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് വേറൊരു പാനിൽ ഓയിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ പീസസ് അധികം നേരം ഫ്രൈ ചെയ്ത് നല്ല ഹാർഡാക്കി എടുക്കരുത്. ഇത് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റോക്കാണ്, ചിക്കൻ സ്റ്റോക്കാണിത്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇനി ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക്, അതായത് മസാല ഉണ്ടാക്കാനും റൈസ് ഉണ്ടാക്കാനും ഇതിന്ന് നമുക്ക് സ്റ്റോക്ക് ആവശ്യം വരും. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ആദ്യത്തെ ചിക്കൻ പീസസ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് ഇട്ടിട്ട് അതും അതേപോലെ കുക്ക് ചെയ്തെടുക്കുക. 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അധികം ഫ്രൈ ആക്കണ്ട, അപ്പോൾ നല്ല ഹാർഡായി പോകും. അപ്പോൾ മസാല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്കൊന്നും പിടിക്കില്ല.
അപ്പോൾ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ചിക്കൻ പീസസ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇവിടെ വെക്കുകയാണ്. അടുത്തത് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഈ ചിക്കനിലേക്കുള്ള മസാല തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ചിക്കൻ കുക്ക് ചെയ്ത സെയിം പാത്രം തന്നെ എടുക്കുകയാണ്, അടികട്ടിയുള്ള പാത്രം. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ജിഞ്ചർ, ഗാർലിക്, കറിവേപ്പില, അതേപോലെ വലിയ ജീരകം ഇതെല്ലാം കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മളൊരു 5 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. വലിയ സവാള എടുക്കുകയാണെങ്കിൽ ഒരു 4 എണ്ണം മതിയാകും. അത് ഇതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള നമുക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിലുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സവാള എല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിയിൽ പിടിക്കില്ല. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരി റെഡിയാക്കി എടുക്കാം. അരി ഈ ഒരു ഗ്ലാസ് 4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. കിലോ വൈസ് പറയുകയാണെങ്കിൽ 1.25 കിലോ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വെച്ച സവോളയിലേക്ക് പോകാം. അപ്പോൾ സവോള സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്, തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഒരു 3 വലിയ തക്കാളിയാണ് കേട്ടോ, ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, കീറാതെ ഇട്ട് കൊടുത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് ഇടാം. അത് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇത് കുട്ടികൾക്ക് കഴിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ പച്ചമുളക് ഇടാൻ തരുന്നത്. പിന്നെ ഇതിലേക്ക് 1.25 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഓൾമോസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഒരു ഗ്ലാസ്, ഒരു 200 ml ഒരു ഗ്ലാസ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതായത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു വലിയ പാത്രം എടുക്കണം. നമുക്ക് റൈസ് റെഡിയാക്കാനുള്ള പാത്രം എടുക്കണം. അതിലേക്ക് നമ്മളൊരു 2 to 3 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്ക, പട്ട, കറാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഈ സവാളയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ ചോറിലേക്കുള്ള കാര്യം കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സവാളയും നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചിക്കന് നോക്കുകയാണ്. അപ്പോൾ ചിക്കന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്ര നേരം ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തതായിരുന്നു. ഇനി നമുക്കിത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിവിടുന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇതാ സവോള ഇവിടെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ റൈസിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. അടുത്തത് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ, ഗാർലിക്, വലിയ ജീരകം, കറിവേപ്പില ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1.5 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഗീയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് അപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അരി എടുത്തതിൻ്റെ ഡബിളാണ്. അപ്പോൾ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഈ വെള്ളത്തിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ളം ഇവിടെ തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിവിടെ വെച്ചതിന് ശേഷം ചിക്കൻ മസാലയിലേക്ക് പോയി നോക്കാം. നമ്മൾ നേരത്തെ അത് വറ്റാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള ഇലകൾ ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. നമ്മൾ നേരത്തെ അരി ഇടാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ സോക്ക് ചെയ്ത റൈസ് നമ്മൾ നല്ലപോലെ വാറ്റിയെടുക്കുകയാണ്. വാറ്റിയെടുത്തിട്ട് ഇതാ നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം വെള്ളം തിളച്ചപ്പോൾ ഞാൻ വേഗം ഇട്ടതാണ്, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വാറ്റിയിട്ട് ഇടണം കേട്ടോ, നല്ലതാണ് വെള്ളം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് റീസൻസും കാഷ്യൂസും ഒക്കെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള നല്ല നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും വറുത്തെടുക്കാം. ഞാൻ ഉള്ളി ഇവിടെ എടുത്തിട്ടില്ല. അപ്പോൾ അത് റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ. അപ്പോൾ നല്ലപോലെ കുക്കായിട്ടില്ല, കുറച്ച് ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 200 ml ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞാലി ബിരിയാണിയിലേക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് സെയിം ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ഉണ്ടാക്കുന്ന മെത്തേഡ് സെയിം ആണ്. കാരണം നമ്മൾ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് റൈസ് നല്ലപോലെ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളമെല്ലാം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളമെല്ലാം വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയെല്ലാം നമുക്ക് കാണാൻ നല്ലപോലെ വിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൻസ്, കാഷ്യൂസ്, അതുപോലെ നിങ്ങൾ സവാള അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടില്ല, അതിവിടെ എല്ലാവർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് അരിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ദമ്മ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഇതിലേക്ക് ലീഫും റൈസിൻസും കാഷ്യൂസും എല്ലാം ഇട്ട് ഇത് സെറ്റാക്കാണ്. അങ്ങനെ നമ്മുടെ മഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൈസ്, മഞ്ഞാലി ബിരിയാണീൻ്റെ റൈസ്. പിന്നെ ഇതിലേക്കുള്ള ഗ്രേവി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് അങ്ങനെ ഇത് രണ്ടും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. സാധാരണ ബിരിയാണീനേക്കാളും ടേസ്റ്റ് കുറച്ച് മുന്നോട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ കുറച്ച് മസാല കുറച്ചിട്ട് കഴിക്കണം എന്നുള്ളവർക്കൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഗ്രേവി യൂസ് ചെയ്തിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ, ഈ റെസിപ്പി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.